നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഒരു দৃশ্য കണ്ടിട്ട് মടങ്ങി വരാം. সমস্ত বেআইনি মাদ্রাসা আমরা বন্ধ করব, যারা জড়িত আছে তাদের শাস্তি। ഇത് ബംഗാളിലെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കുതിരംതുഡു അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്, ഇല്ലീഗൽ മദ്രസകൾക്ക് ഇനി ബംഗാളിൽ സ്ഥാനമില്ല എന്നാണ്. മമത നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്ക് അവിടെ അനുവാദം കൊടുത്തിരുന്നു, യഥേഷ്ടം പ്രവർത്തിക്കുവാനുള്ള അനുവാദം കൊടുത്തിരുന്നു. കാരണം ബംഗാളിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് നിരവധിയായിട്ടുള്ള ഈ നുഴഞ്ഞുകയറ്റക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭീകരവാദികൾക്ക് ഇടം കൊടുക്കുന്നതോടൊപ്പം അവർക്ക് യഥേഷ്ടം വിഹരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസരം, അവർക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള അവസരം. ഒപ്പം മമതയ്ക്കൊപ്പം നിൽക്കണം, മമതയുടെ ഈ ഹിന്ദു വിരുദ്ധ പദ്ധതികൾക്ക് കൂടെ നിൽക്കണം, മമതയ്ക്ക് അധികാരം പിടിച്ചെടുക്കുവാൻ വീണ്ടും വീണ്ടും കൂടെ നിൽക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ വേണം. ഇത്രയേ വേണ്ടൂ. അവിടെയുള്ള മാഫിയ പ്രവർത്തനങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ ഒക്കെ ആയിട്ട് അവർക്ക് അവിടെ ജീവിക്കാം. അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ ജീവിക്കുവാനായിട്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ബംഗാളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മദ്രസകൾ ഇവിടെ അധികാരം മാറിയതിന് ശേഷവും അവിടെ തുടരാമെന്നാണ് കരുതിയത്. പക്ഷേ നല്ല ഒന്നാം തരം പണി തന്നെ സുവേന്ദു അധികാരി സർക്കാർ കയറിയതിന് ശേഷം കൊടുത്തു. ഇല്ലീഗൽ മദ്രസകളെല്ലാം തന്നെ പൂട്ടിക്കെട്ടുവാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ബംഗാളിലെ BJP സർക്കാർ. എന്തായാലും ഇത് വളരെ നല്ല ഒരു തീരുമാനമാണ് എന്നാണ് അവിടെ നിന്ന് നമുക്ക് ബംഗാളിൽ നിന്ന് അവിടെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൊണ്ട് തന്നെ അവിടുത്തെ ഹിന്ദു ജനതയ്ക്കെന്ന് മാത്രമല്ല, അവിടെ നേരായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമികർക്കും അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവർ കൈയടിച്ച് അതിനെ സ്വീകരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് അവിടെ ഒരു ഇമാം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ബംഗാളിൽ ധാരാളം അനാവശ്യമായി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ തക്ബീർ ധ്വനികൾ കേൾപ്പിക്കുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും ശരിയായ കാര്യമല്ല. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, ഇത്തരം കോളാമ്പികളൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല. നിയമവിധേയമായ രീതിയിലുള്ള ഡെസിബൽ ശബ്ദങ്ങൾ മാത്രമേ അവിടെ കേൾപ്പിക്കാവൂ എന്ന നിബന്ധനകളുണ്ട്. പക്ഷേ ആ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടാണ് പല മദ്രസകളും പ്രവർത്തിക്കുന്നതെന്ന് അവിടുത്തെ ഒരു ഇമാം തന്നെ പ്രതികരിക്കുകയുണ്ടായി. യോഗി ആദിത്യനാഥ് പശ്ചിമ ബംഗാളിൽ ഇലക്ഷൻ റാലിക്കിടെ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഉത്തർപ്രദേശിൽ അനാവശ്യമായ ശബ്ദത്തിൽ, ആവശ്യത്തിലധികം ശബ്ദത്തിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങാറില്ല. അവിടെ റോഡിൻ്റെ അരികുകളിലോ അല്ലെങ്കിൽ റോഡിലോ ഒന്നും നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ നിയമത്തിന് വിധേയമായി മാത്രമേ അവിടെ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അതേ രീതിയിൽ, അതേ മാതൃകയിൽ ബംഗാളും അങ്ങനെ ആകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ അധികാരം ഏറ്റെടുത്തോടനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഒരു വലിയ മാറ്റത്തിനാണ് പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി അവിടെ മറ്റൊരു രീതിയിൽ ഈ ഭീകരവാദികൾക്ക് അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ പീഡന പരമ്പരകളോ കൊലപാതകങ്ങളോ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ അടുത്ത സമയത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നല്ല ഒന്നാം തരം ശിക്ഷാവിധികൾ തന്നെ. അവിടുത്തെ പോലീസ് ഇപ്പോൾ പഴയ പോലീസ് പോലെയല്ല. നേരത്തെ അമിത്ഷായുടെ ഒരു പരിപാടിക്കിടെ പോലീസിനെ അവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത്രമാത്രം രാജ്യത്തോട് കൂറില്ലാത്തൊരു പോലീസ് സംവിധാനമായിരുന്നു ബംഗാളി പോലീസ് സംവിധാനം. വളരെയധികം കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് സംവിധാനം. അവിടെ ജനങ്ങളെ ഈ കൂട്ടക്കുരുതി നടത്തുമ്പോൾ, തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം കൂട്ടക്കുരുതി നടത്തുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്ന പോലീസ് സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പോലീസ് ഒന്ന് ഊർജ്ജസ്വലമായിട്ടുണ്ട്. അവിടെ ഈ ക്രിമിനലുകൾക്ക് നേരെ ലാത്തി പ്രയോഗിക്കുകയും വെടിവെക്കാനും ഒക്കെ മുന്നിൽ പോലീസാണ്. അജയ്പാൽ ശർമ്മയുടെ പോലീസാണ് ഇപ്പോൾ ബംഗാളിൽ ഭരിക്കുന്നത്. എന്തായാലും ബംഗാളിൽ ഒരു മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മലയാളികളിൽ പല മലയാളികളും ബംഗാളിൽ നിന്ന് ഇപ്പോൾ തൊഴിലാളികളെ കിട്ടാത്തൊരവസ്ഥയാണ്. പലരും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി പലരും ബംഗാളിൽ തന്നെ ജോലി ചെയ്ത് സ്ഥിരതാമസമാക്കുന്ന രീതിയും ബംഗാളിലുണ്ടാകും. കാശ്മീരിലുള്ളതുപോലെ കശ്മീരിൽ ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലായിരുന്നു. അവിടെ ഭീകരവാദികൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ആർമിക്ക് നേരെ കല്ലെറിയുവാനൊക്കെ ആയിരുന്നു അവർ സാധാരണഗതിയിൽ ശ്രമമൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ അതൊന്നുമല്ല. അവർക്ക് പലതരത്തിലുള്ള ജോലികളുണ്ട്. അവിടെ ഇൻഡസ്ട്രിയൽ സിറ്റിയുണ്ട്. അവിടെ
പല തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ബംഗാളും മാറാൻ പോകുന്നത്. ബംഗാൾ അതിൻ്റെ ഭീകരതയിൽ നിന്ന് മാറി സാംസ്കാരികതയിലേക്ക്, പഴയ ദേശീയതയിലേക്ക് കളം മാറ്റി ചവിട്ടുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ അങ്ങോട്ട് തന്നെ ഓടിച്ചു കഴിഞ്ഞു. SIR പ്രഖ്യാപിച്ച ഉടനെ പശ്ചിമ ബംഗാളിൽ നിന്ന് 1 കോടിയോളം ബംഗ്ലാദേശികളാണ് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ ഇനി ഒരിക്കലും അവിടെ ഒരു വിഘടനവാദം നടത്തുവാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയിട്ട് നേരെ ബംഗ്ലാദേശിലേക്ക് കുതിച്ചു പായുകയായിരുന്നു. ഈ ഫാൾട്ട മണ്ഡലത്തിൽ ഈ അടുത്ത സമയത്ത് മറ്റൊരു പ്രശ്നമുണ്ടായി. ഫാൾട്ടയിലെ ജഹാംഗീർ ഖാൻ എന്ന് പറഞ്ഞ സന്ദേശ് ഖലീലൊക്കെ പ്രശ്നമുണ്ടാക്കിയ ഷെയ്ഖ് ഷാജഹാൻ്റെയൊക്കെ അടുത്ത അനുയായിയായ ജഹാംഗീർ ഖാൻ അവിടെ ചില തിരുമറികളും വോട്ട് തിരുമറികളുമൊക്കെ നടത്തി. സൗത്ത് 24 പർഗണയിൽ അയാൾ നടത്തിയ നിരവധിയായിട്ടുള്ള ക്രൂരമായ ആക്രമണ പ്രവർത്തനങ്ങളുണ്ട്. അതേപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നടത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല ഒന്നാം തരം പണി തന്നെ കേന്ദ്രസേന നൽകി അവിടെ ആട്ടി ഓടിച്ചു. ഇതാ വീണ്ടും റീപോളിംഗ് നടത്താൻ പോകുന്നു. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. അങ്ങനെ ബംഗാൾ അടിമുടി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ പോലീസ് സംവിധാനം മാറി, അവിടുത്തെ ഉദ്യോഗസ്ഥർ മാറി. RG കൗർ ആശുപത്രിയിലെ ഡോക്ടറിനെ പീഡിപ്പിച്ചതിന് ശേഷം ആ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി കൂട്ടുനിന്ന IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ OBC സംവരണത്തിൻ്റെ പേരിൽ 75ഓളം മുസ്ലിം വിഭാഗത്തിനെയാണ് അനധികൃതമായിട്ട് ഈ സംവരണത്തിൻ്റെ കീഴിൽ ഉൾപ്പെടുത്തിയത്. അതൊക്കെ എടുത്തു കളഞ്ഞു. അങ്ങനെ എന്തൊക്കെ അനധികൃതമായിട്ട് മതത്തിൻ്റെ പേരിൽ ബംഗാളിൽ നൽകിയോ അതെല്ലാം തന്നെ തിരിച്ചെടുക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. ഇനി ഒരു കാരണവശാലും മമതയുടെ ഈ തരത്തിലുള്ള ഭീകരവാദ പദ്ധതികളോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അവരെ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്ന പദ്ധതികളൊന്നും ബംഗാളിൽ നടപ്പിലില്ല. ബംഗാളിൽ നടക്കുന്നത് ജനാധിപത്യമാണ്. അത് ഭാരതം തീരുമാനിക്കുന്ന ഭാരതത്തിൻ്റെ ശൈലിയിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മെഷീനറികളെല്ലാം ബംഗാളിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുറപ്പാണ്. അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയിട്ടാണ് 34% മുസ്ലിങ്ങൾ വരുന്ന പ്രദേശങ്ങളിൽ പോലും BJPക്ക് വോട്ട് നൽകുവാൻ അവർ തയ്യാറായത്. ഹിന്ദുക്കൾ കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഒന്നടങ്കം BJPക്ക് വോട്ട് നൽകിയായിരുന്നു. മമതയെ കൂവി വെളുപ്പിക്കുന്ന ജിഹാദി എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലുള്ളത്. മമതയെ മാത്രമല്ല TMCയിലെ നേതാക്കന്മാർ പല രീതിയിലും അനധികൃത സ്വത്തുക്കളെല്ലാം കുമിഞ്ഞുകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കിലോ കണക്കിന് സ്വർണ്ണമാണ് ഓരോ ദിവസവും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മമതയുടെ TMC നേതാക്കന്മാർ ഓരോ ദിവസവും റെയ്ഡിൽ പിടിക്കപ്പെടുന്നുണ്ട്. MLAമാർ പകുതിയിലേറെ TMC MLAമാർ BJPയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. മമത തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും തടയാൻ പോകുന്നില്ല. ഇവിടെ ഈ ചില സന്യാസിനിമാരൊക്കെ വേഷമാറി നടക്കുന്ന സന്യാസിമാരൊക്കെ ചിലർ പറയുന്നത് പോലെ ഞാനൊന്നും ഞങ്ങളെ പിടിച്ചു വയ്ക്കാനൊന്നും വരില്ല എന്ന രീതിയിലൊക്കെയാണ് മമത പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഭ്രാന്ത് പറഞ്ഞ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി, എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റുമോ എന്ന് നോക്കി, താൻ രാജിവെക്കില്ല എന്ന് പറയുന്നു നോക്കി. ഇതൊക്കെ ചെയ്തു നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. ബംഗ്ലാദേശിൽ നിന്നൊക്കെ ചില സപ്പോർട്ടുകളുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടും മമത നേരത്തെ പിന്തുണച്ചിരുന്ന JMB എന്ന ജമാഅത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന, ഇങ്ങനെ കുറച്ച് പിന്തുണയൊക്കെ മമതയ്ക്ക് കിട്ടിയതൊഴിച്ചാൽ മമതയെ കാര്യമായി പിന്തുണയ്ക്കാൻ ഇന്ത്യ സഖ്യം പോലും തയ്യാറായില്ല, ഒരു സമരം നടത്താൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ മമതയ്ക്ക് നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇനി എന്തായാലും ബംഗാൾ ഒരു പഴയ ബംഗാളല്ല, ബംഗാൾ ഒരു പുതു ബംഗാളാണ്. ദേശീയ സംസ്കൃതിയെ ഊന്നിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പുതിയ ബംഗാൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.